പെണ്ണിനെ വെറും ഒരു പേരയന്ത്രമായി മാത്രം കണ്ട ഇസ്ലാമിനകത്ത് നിന്നിട്ട് ഈ മതപ്രമാണങ്ങൾ പഠിച്ച് ഈ മതപ്രമാണങ്ങൾ തന്നെയാണ് ജീവിതത്തിലെ അഖിലവും എന്ന് ചിന്തിക്കുന്ന ഒരു മതപണ്ഡിതനെ 5 വയസ്സുള്ള കുഞ്ഞിനെ പോലും വെറും മാംസകഷ്ണമായി മാത്രം കാണാൻ കഴിയുന്നതിൽ എന്ത് അതിശയോക്തിയാണുള്ളത്. അവരുടെ മതം അവരെ പഠിപ്പിക്കുന്നത് അതാണ്. മദ്രസയിലെ പീഡന വീരന്മാർക്ക് പോലും പച്ച കൊടി കാണിച്ചു കൊടുക്കുന്ന ബാലുശ്ശേരിയെ പോലെയുള്ളവരുടെ വീഡിയോ നിങ്ങളൊന്ന് കാണണം. ഇവനെ പോലെയുള്ളവരെ ഇനിയും എന്തിനാണ് ഈ കേരളക്കരയിൽ കയറൂരി വിട്ടിരിക്കുന്നത് എന്ന ചോദ്യം കേരളത്തിലെ ഓരോ മനസാക്ഷി മരവിക്കാത്ത പെൺകുഞ്ഞുങ്ങളുള്ള അമ്മമാരും ഉമ്മമാരും ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇതൊന്ന് കേട്ടു നോക്കുക. കാരണം മദ്രസകളില് അതുപോലെ സ്കൂളുകളില് പൊതു ഇടങ്ങളിൽ അധ്യാപകര് പോലും കുഞ്ഞുങ്ങളെ കയറി പിടിക്കുന്നത് അവരൊരു ഇറച്ചി കഷ്ണമായതുകൊണ്ടാണ് എന്ന് പറയണമെങ്കിൽ 5 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ പൈതൃകത്തെ പോലും അവരുടെ ആ ഒരു നിഷ്കളങ്കതയെ പോലും ഈ ലൈംഗികതയുമായി ബന്ധപ്പെടുത്തി ഇത്തരം നീചവും നിന്ദ്യവുമായി ആക്ഷേപിക്കാൻ ഇവനെ പോലെയുള്ളവർക്കല്ലാതെ കഴിയില്ല. ഈ മതം മദ്രസകളിൽ പഠിപ്പിക്കുന്ന ചെറിയ പ്രായത്തിലുള്ള മതപഠനങ്ങൾ ഇതിനൊക്കെ വിരാമം കുറിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട്. കാക്ക എവിടെ പോയാലും കാക്ക ആണ്. അതിന് മാനസികാസ്വസ്ഥമുള്ള കുട്ടിയെ കണ്ടാലും മദ്രസയിൽ കണ്ടാലും അതല്ല റോഡിൽ കണ്ടാലും ഇനി എന്തിൽ കണ്ടാലും മരിച്ചിനിക്കമ്പിൽ തുണി ചുറ്റിയിരിക്കുന്നത് കണ്ടിരുന്നാലും ശരി, ഇതുപോലെയുള്ള കാക്കാമാർ കുട്ടികളെ ഒന്ന് വളയ്ക്കാൻ നോക്കും, ഒന്ന് പിടിക്കാൻ നോക്കും, ഒന്ന് ചെയ്യും. നോക്കിക്കോ. പട്ടാമ്പി റോഡിലുള്ള ഇയാളുടെ ക്ലിനിക്കിലാണ് ആത്മീയ ചികിത്സ നടത്തിയിരുന്നത്. പെരിന്തൽമണ്ണയിൽ ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ചികിത്സ. 2024 ഒക്ടോബറിൽ മുത്തശ്ശിയാണ് പെരിന്തൽമണ്ണയിലെ ക്ലിനിക്കിൽ കുട്ടിയെ ചികിത്സയ്ക്കായി എത്തിച്ചത്. തുടർ ചികിത്സയ്ക്ക് കഴിഞ്ഞ മാർച്ചിൽ എത്തിച്ചപ്പോഴാണ് ലൈംഗികാതിക്രമം ആദ്യം നേരിടുന്നത്. പ്രതി ചികിത്സ നടത്തുന്ന കെട്ടിടത്തിലെ 2ാം നിലയിലെ അടച്ചിട്ട മുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതായാണ് പരാതി. തുടർന്ന് 5 തവണ പ്രതിയിൽ നിന്ന് കുട്ടി ലൈംഗികാതിക്രമം നേരിട്ടു. ഇക്കാര്യം കുട്ടി സ്കൂളിലെ സുഹൃത്തിനോട് പറഞ്ഞു. സുഹൃത്ത് സ്കൂളിലെ കൌൺസിലർക്ക് വിവരം കൈമാറിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. തുടർന്ന് പാലക്കാട് ചൈൽഡ് ലൈനിൽ വിവരം കൈമാറി. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. കേരള വിഷൻ, വളാഞ്ചേരി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ദിനേന വർദ്ധിച്ചു വരുന്ന എത്രയെത്ര പീഡന വാർത്തകളാണ് നമ്മൾ കാണുന്നത്. എക്സ്പെഷ്യലി മദ്രസകളിലുള്ള പീഡനങ്ങൾ എത്രയാ നമ്മൾ കാണുന്നത്. ഇത്തരം ശിശുപീഡനങ്ങൾ അവസാനിപ്പിക്കാൻ എന്തുകൊണ്ടാണ് മദ്രസ തലങ്ങളിൽ കുട്ടികൾക്കൊരു കൗൺസിലിംഗ് ഏർപ്പാട് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് കുട്ടികൾക്കൊരു പരാതി പെട്ടി വെക്കാത്തത്? അവിടെ ക്യാമറ വെക്കണം എന്നുള്ള ഒരു നയവും നിലപാടും എന്തുകൊണ്ട് വരുന്നില്ല? ഈ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അപ്പോൾ മുസ്ലിം കുട്ടികളുടെ മാനസിക നില, അവരുടെ ഭാവി, അവരുടെ ജീവിതം എങ്ങനെ തകർന്നാലും കുഴപ്പമില്ല, എന്നാലും മതതീവ്രവാദികൾക്ക് ഒരു കോട്ടവും സംഭവിക്കരുത്, അവർക്കൊരു പ്രതിച്ഛായയ്ക്കും മങ്ങലേൽക്കരുത് എന്നുള്ള ഭരണ വിഭാഗത്തിന്റെ ഒരു പ്രീണനം, എക്സ്ട്രീം ലെവലിലുള്ള പ്രീണനമാണോ ഈ കാണുന്നത്? UP, അസം, ഉത്തരാഖണ്ഡ് അവിടെയൊന്നും ഇനി ഇതൊന്നും നടപ്പില്ല. എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വിഭാഗമായി മാറുന്നത്? ഇതിപ്പോൾ ഇത്രയും ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇത്രയധികം ഡെവലപ്പായിട്ട് പോലും ആത്മീയ ചികിത്സയുടെ മറവിൽ ആലോചിച്ചു നോക്കണം. മുമ്പ് അക്യൂപങ്ചർ എന്ന് പറഞ്ഞ് കുറെ ആളുകൾക്ക് അവാർഡ് കൊടുക്കുന്നു. കയ്യിലൊരു ട്രോഫിയുമുണ്ട്. കുഞ്ഞെ വീട്ടിൽ പ്രസവിച്ചതിന്റെ അവാർഡ് വിതരണമാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ മടവൂർ കാഫില എന്ന് പറയുന്ന ഒരു ഉസ്താദ്, അവന്റെ ഭാര്യ 4 പെറ്റു. 5ാമത്തെ പ്രസവത്തിന് മുത്തലാഖ് ചൊല്ലാൻ നിവൃത്തിയില്ലല്ലോ, അതുകൊണ്ട് വീട്ടിൽ പ്രസവിക്കുന്നു. അമിത രക്തസ്രാവം, അവൾ മരിച്ചു. ഒടുവിൽ ആ സ്ത്രീ കുഞ്ഞിനെയും കൊല്ലാൻ അയാൾ ശ്രമിച്ചു. പിന്നീട് വീട്ടുവളപ്പിൽ കുഴിച്ചിടാൻ നോക്കിയപ്പോൾ അത് വാടക വീടാണ്, നടപ്പില്ല. അപ്പോഴാണ് അടുത്തുള്ള വീട്ടുകാർ പറഞ്ഞിട്ട്, ഈ പെണ്ണിന്റെ വീട്ടുകാർ വിളിച്ചിട്ട്, കുഴപ്പമില്ല, നമുക്ക് പള്ളിയിൽ അടക്കാൻ പ്രശ്നമൊന്നുമില്ല, സാധാ മരണമല്ലേ, പടച്ചവൻ വിളിച്ചപ്പോൾ പോയതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് തന്ത്രപൂർവ്വം മയ്യത്തിനെയും അയാളെയും വീട്ടിലെത്തിച്ചിട്ട് പോലീസിനെ കൊണ്ടുപിടിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ എത്രയെത്ര കാപാലിക കൂട്ടങ്ങൾ. ഇതാരെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ആത്മീയ ചികിത്സയുടെ മറവിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് എത്തിക്കുന്നു ചികിത്സിക്കാൻ. ആ കുട്ടിയെ ഇയാള് എത്ര വർഷമായിട്ട് ചികിത്സയുടെ പേരും പറഞ്ഞിട്ട് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവന്റെയൊക്കെ മോന്തയൊന്ന് നോക്കിക്കേ. ഇവന്റെയൊക്കെ ആ ചെറിയ പ്രായത്തിൽ അറ്റം കളഞ്ഞതിന്റെ ശേഷിക്കുന്ന ഭാഗവും കൂടി അങ്ങ് എടുത്തു കളഞ്ഞാൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ. ഗതികെട്ട് പറഞ്ഞു പോകുന്നതാണ്.
ഇവിടെ ആത്മീയ ചികിത്സയ്ക്ക് ഈ പെൺകുട്ടി വന്നത്, ഉമ്മാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുവരുന്നത്, മുത്തശ്ശി. ഈ പെൺകുട്ടി പർദ്ദയും മക്കനയും ഒക്കെ ധരിച്ചു തന്നെയാണ് വരുന്നത്. ഈ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ ഏത് ഭാഗം കണ്ടപ്പോഴാണ് ആത്മീയ ചികിത്സകൻ എന്ന് പറയുന്ന ഈ നരനാറിക്ക് കയറി പിടിക്കണമെന്ന് തോന്നിയത്? അത് ഇവര് പറയേണ്ടതാണ്. ഇവര് പറയുന്നത് അത് ഉസ്താദന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് അവരുടെ വേഷവിധാനം കൊണ്ടാണ്, അവരുടെ വസ്ത്രധാരണം കൊണ്ടാണ്, അതല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് സംവിധാനം കൊണ്ടാണ് കുട്ടികളെ കയറി പിടിച്ചു പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പലയിടങ്ങളിൽ നടക്കുമ്പോൾ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള പീഡനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെയാണ്. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം, ഓഡിയോ നിങ്ങളൊന്ന് കേൾക്കുക. അതിനുശേഷം മുജാഹിദ് ബാലുശ്ശേരിക്ക് 5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞ് എത്ര തവണ ദിനേന പീഡിപ്പിക്കുന്നുണ്ടാകും എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. നമ്മൾ പറഞ്ഞാലല്ലേ കുഴപ്പം, ഇവമാർക്ക് എന്തും കാണിക്കാം. ബലാത്സംഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ മനഃശാസ്ത്രജ്ഞരും പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്കറിയോ 5 വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡുകള്, അതായത് ആധുനിക, അല്ലാതെ ഇവന്റെയൊക്കെ കാമഭ്രാന്തുകളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല, ആ സുനയുള്ളത് കൊണ്ടല്ലേ ഈ പ്രശ്നം സംഭവിക്കുന്നത്. അത് മുഴുവനും ഛേദിച്ചു കളഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ, ഒരു ഫാസ്റ്റ് ഫുഡും അല്ല. ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തടിച്ചു വെളുത്ത പെണ്ണ്. അതെന്താടാ തടിച്ചു വെളുത്താൽ നിനക്കൊക്കെ നിയന്ത്രണം ഇല്ലാതാകുന്നത്? അങ്ങനെ സൗന്ദര്യമുള്ള ഒരു പെണ്ണിന്റെ കഴുത്തിന്റെ ഭാഗമോ മാറിടത്തിന്റെ പകുതിയോ കക്ഷമോ വയറോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിന്റെയൊക്കെ ലിംഗം ഉദ്ധരിക്കുന്നെങ്കിൽ നിന്റെയൊക്കെ കാഴ്ചപ്പാടിനാണ് പ്രശ്നം. നമ്മളെന്ത് ചെയ്യും? ഇവിടെ ഇങ്ങോട്ട് കാണിക്കുന്ന ഡ്രസ് ഇടും. ഇന്ന് മക്കളെയൊക്കെ എടുത്തിട്ട് ഒരു സ്ത്രീ ട്രെയിനില്ലേ, ഞാൻ പറയുന്നത് നിങ്ങൾ സയൻസ് പറയുന്നത് പഠിക്കണം. അന്റെ ഈ കൈത്തന്റെ ഒക്കെ കാണിച്ച് കക്ഷമൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചിട്ടൊരു പെണ്ണ് പുരുഷനെ പറ്റി പഠിച്ചിട്ട് പറയുന്നത് അവന്റെ ഹോർമോൺ സ്ത്രീയേക്കാൾ 10 ഇരട്ടി ഉയർന്നു നിൽക്കും. ആ ഹോർമോൺ ഹൈയിലേക്കെത്തി എങ്ങനെ അറിയോ? കാഴ്ച കാണും തോറുമാണ്, സ്ത്രീയുടെ സൗന്ദര്യം കാണും തോറുമാണ്. അത് കാണും തോറും വികാരത്തിന്റെ സമ്മിറ്റിലേക്ക് അവനെത്തും. മുജാഹിദ് ബാലുശ്ശേരിയെ നമുക്ക് ഈ വിഷയത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കറുത്ത ചാക്കുകെട്ട് നടന്നു പോകുന്നത് കണ്ട പ്രവാചകന് വീണ്ടും ഉദ്ധാരണമുണ്ടായി വീട്ടിൽ വന്ന് രണ്ടാമതും കാര്യം സാധിച്ചിട്ട് തിരിച്ചുപോയി അനുചരന്മാരോട് പറയുന്നുണ്ടാവേ, ഞാൻ അവളെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, വീട്ടിൽ ചെന്ന് ഭാര്യയൊക്കെ ആയിട്ട് ഡിങ്കോഡാൽഫിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നതിന്, നിങ്ങൾക്ക് എങ്ങാനും അങ്ങനെ തോന്നിയാൽ അങ്ങനെ ചെയ്താൽ മതി എണ്ണമറ്റ ലൈംഗിക അടിമകൾ കൂടെ ഉണ്ടായിട്ട് പോലും ആ പ്രവാചകന് തന്റെ ഉദ്ധാരണം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ലൈംഗിക ഭ്രാന്ത് മൂത്ത ഈ കൂട്ടങ്ങൾക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? ഒരു സുന്ദരിയായ പെണ്ണ് റോഡിലൂടെ നടന്നു പോയാൽ പോലും പ്രവാചകന് അനിയന്ത്രിതമാം വിധം ലൈംഗിക തൃഷ്ണയുണ്ടാകും എന്നാണ് നൗഷാദ് ഹസനി പ്രസംഗിച്ചത്. അവൾ അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ അവൾ പ്രവാചകന്റേതാണ് എന്നാണ് നൗഷാദ് ഹസനി ഒരു പുസ്തകത്തിലെ ഒരു കോട്ട് വെച്ചിട്ടാ പറഞ്ഞത്. പിന്നെ അവനൊരു വികാര ജീവിയാണ്. ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. വിവേകം ബ്രെയിനിന് നഷ്ടപ്പെടും. പിന്നെ അവനോട് പറയുന്ന മെസ്സേജ് എന്നറിയാം. ഈ വിവേകം നഷ്ടപ്പെടാൻ കാരണം എന്താണെന്നറിയാമോ? ഫാസ്റ്റ് ഫുഡും കൊച്ചിന്റെ ഇവിടം മുതൽ ഇവിടം വരെ കാണുന്നതുമാണ്. 5 വയസ്സുള്ള പെൺകുട്ടിയെ പറ്റി അവന്റെ മനസ്സിൽ എന്നറിയോ? പെണ്ണേ, എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് നീ. ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാർക്ക് കൂച്ചി വിലങ്ങിട്ടിട്ടില്ലെങ്കിൽ ഇനിയും ആത്മീയ ചൂഷകരുണ്ടാകും, ആത്മീയ ചികിത്സകരുണ്ടാകും, അക്യൂപങ്ചറന്മാരുണ്ടാകും, ശിശു പീഡകന്മാരുണ്ടാകും. മദ്രസ പീഡനങ്ങൾ ഇനിയും ദിനേന വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ബസ്സിനകത്തിരുന്ന് സ്വയംഭോഗം ചെയ്യുന്ന സവാദടിയന്മാരുണ്ടാകും, ഒരു സംശയവുമില്ല. അപ്പൊ ഇതിനൊക്കെ ശക്തമായ രൂപത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഷിംജിതമാർക്ക് ഇനിയും ജയിലുകൾ തന്നെയായിരിക്കും ശരണം. കാരണം എന്താ? അവൾക്കും പിടിച്ചാൽ കിട്ടുന്നില്ല. ദീപകിനെ കണ്ടപ്പോൾ അവളും ചിന്തിച്ചത് ഇങ്ങനെ തന്നെയാ, ഉസ്താദുമാർക്കാകാമെങ്കിൽ 5 വയസ്സുള്ള കുഞ്ഞിനെ പോലും ഉസ്താദുമാർ വിടാത്ത കാരണം ഫാസ്റ്റ് ഫുഡ് ആണെന്ന് പറയുമ്പോൾ തൊലി വെളുത്ത ദീപകിനെ കണ്ടപ്പോൾ ഇവൾക്കും ഒന്ന് ഒരയ്ക്കാൻ തോന്നി. സർവ്വസാധാരണമാണ്, സ്വാഭാവികമാണ്. ഉസ്താദുമാർക്ക് അതിനെ സാമാന്യവൽക്കരിക്കാനേ തരമുള്ളൂ. അപ്പോ ഇവന്മാരുടെ ലൈംഗിക ഉദ്ധാരണത്തെയും കാമഭ്രാന്തിനെയും നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇവന്മാരെ ഫാസ്റ്റ് ഫുഡിനെയും പെൺകുട്ടികളുടെ ചേഷ്ടകളും വസ്ത്രധാരണവും പെൺകുട്ടികൾ പുറത്തിറങ്ങുന്നത് കൊണ്ടാണെന്നുമൊക്കെയാണ് ഇവര് പറയുന്നത്. വേറൊരുത്തിയുണ്ട്,
ആ താത്ത വന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ഉദ്ദീപിക്കും. എന്തുകൊണ്ട്? ആണ് പെണ്ണിനെ കാണുമ്പോൾ ആണിനെ കയറി പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ട് പെണ്ണിനി മുതൽ വീട്ടിന് പുറത്തിറങ്ങണ്ട. അഫ്ഗാന്റെ നിയമമാണ് ഏറ്റവും നല്ലത്. വീട്ടിനകത്തിരുന്നോട്ടെ, ജനലുകൾ വേണ്ട, അവര് പുറത്തിറങ്ങണ്ട. ലാ തുഅല്ലിമുഹുനൽ കിതാബത്ത്, അവരെ എഴുത്ത് പഠിപ്പിക്കണ്ട. പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ അവകാശത്തിന് വേണ്ടിയിട്ട് വാദിക്കും. അവർക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നതിന് വേണ്ടി അവരെ തർക്കിക്കും, അവര് ശബ്ദമുണ്ടാക്കും. അതുകൊണ്ട് വഅല്ലിമുഹുന്നൽ ഖയാത്ത, തുന്നൽ പഠിപ്പിച്ചോ, കീറിയ തുണിയും തച്ച് അവര് വീട്ടിലിരുന്നോട്ടെ. വലാ തുഅല്ലിമുഹുന്നൽ ഖുസൂറ, അവരെ വാർക്ക വീടുകളിൽ താമസിപ്പിക്കേണ്ട. മോളിൽ കയറിയാൽ അവരെ മറ്റുള്ളവർ കാണും, അവരെ മറ്റുള്ളവരെയും കാണും. അതുകൊണ്ട് അവര് തൽക്കാലം അവിടെ ഇരുന്നോട്ടെ. അപ്പോ അഫ്ഗാൻ നടപ്പിലാക്കുന്നത് മതനിയമമല്ല എന്ന് ഈ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇവർക്ക് പറയാൻ പറ്റുമോ? ഇതാണ് മതം പാപ്പിച്ചുന്നത്.